ഒരു മാറ്റത്തിന് പ്രാർത്ഥിച്ചോണ്ടാ ഇവിടെ വന്നിട്ടുള്ളത്. എന്നെ കണ്ട നിനക്കൊരു കുഴപ്പമില്ല, പക്ഷെ ആകം മുഴുവൻ ശൂന്യതയാ. ദൈവം ഒരു മാറ്റം തരാൻ പോവാ. ഒരു മാറ്റത്തിന് പ്രാർത്ഥിച്ചോണ്ടാ ഇവിടെ വന്നിട്ടുള്ളത്. നീ കണ്ടത് മുഴുവൻ തകർച്ചയായിരുന്നു. പുറത്ത് നിന്നെ കണ്ട നിനക്കൊരു കുഴപ്പമില്ല, പക്ഷെ ആകം മുഴുവൻ ശൂന്യതയാ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിന്റെ ജീവിതത്തെ ദൈവം അടിമുടി മാറ്റാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഒരുമിച്ച് അല്പനിമിഷം ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ ഈ രാവിലെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ആദരമൊന്ന് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ചേച്ചി, ചേച്ചി ഈ 2 പൊട്ടും ഇതെല്ലാം ഇട്ട് അവിടെ നിൽക്കുമ്പം യേശു എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ട്, അത് പുതുതായിട്ട് തുടങ്ങിയ സ്ഥാപനം. അത് മുന്നോട്ട് പോകുമോ അവസാനിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. വീട്ടിലാണ് സ്വസ്ഥതയില്ല, സമാധാനമില്ല. സത്യം, ഇന്ന് രാവിലെ ഈ സ്വസ്ഥതക്കേട് മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൊട്ടാൻ പോവാ. ഈ ഭർത്താവിൻ്റെ അച്ഛന് എത്ര വയസ്സുണ്ട്? പുള്ളിക്കാരൻ്റെ ജയൻ കുടിച്ചാൽ ഈ പിള്ളേരെ ആരെ സ്വസ്ഥമായിട്ട് ജീവിപ്പിക്കത്തില്ല. നിങ്ങളെയും ജീവിപ്പിക്കത്തില്ല, അങ്ങേരും ജീവിക്കത്തില്ല, അങ്ങേരുടെ മക്കളെ ആരെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. സത്യല്ലേ? എന്നോട് ദൈവം പറയുക, ജയനെന്ന് പറയുന്ന ചേട്ടൻ ഇവിടെ ആരാധനയ്ക്ക് വരും. ഇനി നിങ്ങൾ നേർച്ച നേരാൻ സ്ഥലമില്ല. സത്യം, നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്കറിയാലോ സത്യം. എന്നോട് വീട് വെച്ചു, പക്ഷെ വാടകയ്ക്കാ താമസിക്കുന്നത്. വീടുണ്ട്, അമ്മായി ഇപ്പൊ സമ്മതിക്കത്തില്ല. ഭർത്താവിന്റെ ചേട്ടന് എത്ര വയസ്സുണ്ട്? 39 വയസ്സുണ്ട്. കെട്ടിയില്ല. ഇല്ല, അച്ഛൻ്റെ മദ്യപാന നിമിത്തം കെട്ടാൻ പറ്റത്തില്ല. സത്യം, നിങ്ങൾ മക്കളെ ആരെയും ജീവിക്കാൻ ഈ അച്ഛൻ സമ്മതിക്കത്തില്ല. അച്ഛൻ്റെ കുഴപ്പമല്ല, അച്ഛൻ്റെ അകത്ത് ഒരാൾ കൊടുത്ത മദ്യത്തിലെ കൈവശമാ. ആ കോട്ടയത്തെ വീട്ടിലോട്ട് ദൈവം ഇറങ്ങി ചെല്ലാൻ പോവാ. കർത്താവിൻ്റെ ഒരു അത്ഭുതം അവിടെ ഉണ്ടാകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. കർത്താവ് എന്നോട് പറയുക, ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങാൻ പോവാ. ഒരു പ്രവചനം പറയാൻ പോവാ. നമ്മളിപ്പോ ഈ സ്ഥാപനം എടുത്തിട്ട് എത്ര നാളായി? ഒരാഴ്ചയായിട്ടുള്ളൂ. ദൂത് പറയട്ടെ, നമ്മുടെ സ്ഥാപനം പൂട്ടിപ്പോത്തില്ല. ഇല്ല, ഇപ്പോൾ ഉള്ള സ്റ്റാഫിനേക്കാൾ 3 ഇരട്ടി സ്റ്റാഫ് നിന്റെ സ്ഥാപനത്തിലുണ്ടാകും. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ചൊന്ന് വിളിച്ചേ. നിന്റെ സ്ഥാപനം ദൈവത്താൽ ഉയർത്തപ്പെടാൻ പോവാ. അവിടെ വർക്ക് ലഭിക്കാൻ പോകയാ. അവിടെ ദൈവത്തിന്റെ കരുതൽ ഉണ്ടാകാൻ പോകയാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന്. ചേച്ചിക്ക് ഒരു മോനുണ്ടല്ലോ, അവൻ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്ന അനന്തരാവകാശികൾ ഉണ്ടാകത്തില്ല എന്ന് പിശാചു പറഞ്ഞ ദൈവം അവനെ ദൈവത്തിന് വേണ്ടി തന്ന. എനിക്ക് അവനെ കാണണം, ഭർത്താവിനെ കാണണം. ഭർത്താവിൻ്റെ അച്ഛൻ ഇവിടെ വരും, സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പിന്നെ പാർട്ട്ണറിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഒരു കുഞ്ഞു പ്രതിസന്ധി ഉണ്ടാകും, അതൊക്കെ ഞാൻ കാതി പറയും. ഇവിടെ പബ്ലിക്കായോണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് കാത് ഞാൻ പറയും. 3 കടമ്പ കടക്കേണ്ടി വരും. 3 കടമ്പയിലും നമ്മൾ വിജയിച്ചിരിക്കും. ആ സ്ഥാപനം അവിടെ ഉയർത്തപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അതിനകത്ത് ഉണ്ടായി വന്നിരിക്കും. ഒന്ന് സഭ കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും യേശുവേ എന്ന് വിളിച്ച് ഹർമാൻ അബദാൻ അബച്ചസിയ അൽമമനകൾ
ഘടക ശബ്ദരാധന വേദമൽപ്രഭ. ഭർത്താവിനെ തിരിച്ചു പോകുന്നുണ്ടോ? പോകുന്നില്ല. എല്ലാം നിർത്തി കുവൈറ്റിൽ നിന്ന് നാട്ടിൽ പോന്നു. ഉള്ള കാശ് കൊണ്ട് സ്ഥാപനം പണിതു. അവളുടെ വിധം മാറി അല്ലേ? വിഷമിക്കൊന്നും വേണ്ട. അവരുടെ രീതി എത്ര മാറിയാലും ദൈവത്തിന് നിങ്ങളോട് ഫേവറുണ്ട്, ദൈവത്തിന് സ്നേഹമുണ്ട്. ആ സ്ഥാപനം പൂട്ടത്തില്ല. അത് നമ്മൾ കൊണ്ടു നടക്കും. ഭർത്താവിൻ്റെ അച്ഛൻ ഇവിടെ വരും. മദ്യപാനത്തിൻ്റെ ആസക്തിയുടെ കെട്ട് ദൈവം ഇന്ന് പൊട്ടിക്കും. ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ കർത്താവ് ഇന്ന് രാവിലെ ചെയ്യും. സഭയൊന്ന് കൈയടിച്ചൊരാമീൻ പറഞ്ഞേ.